طلابي السلام عليكم ورحمة الله وبركاته. فمرحبا بكم إلى فصل جديد للصف الحادي عشر للغة العربية. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ +1 അറബിക്കിൻ്റെ പാഠപുസ്തകങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും ക്ലാസ്സുകളുമാണ് ഈ ചാനലിലൂടെ നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മുമ്പത്തെ ക്ലാസ്സുകളെല്ലാം ഈ ചാനലിൽ തന്നെ +1 അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് മുമ്പ് കാണാത്തവരാണെങ്കിൽ പോയി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ 10ാമത്തെ പേജ് വരെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നഹ്നുൽ യൗം ഫി സഫ്ഹതി അൽ ഹാദിയത അശർ. ഫി സഫ്ഹതി അൽ ഹാദിയത അശർ കം ഹാദിയത അശറ 11ാമത്തെ പേജ്. فهناك نشاط. ما هي النشاط؟ السيرة الذاتية. ماذا السيرة الذاتية؟ أنكم درستم في الصف العاشر പത്തിലൊക്കെ പഠിച്ചതാണ് അല്ലേ? السيرة الذاتية أو ترجمة الحياة أو البيانات الشخصية. ماذا السيرة الذاتية എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്ന അവസാനം എന്ത്, ജാബിർ ജാസിമിനെ കണ്ടു വീണ്ടും അല്ലേ? അപ്പോൾ ജാസിം എന്ത് പറഞ്ഞു? ഫത്വലവ മിൻഹു യുർസില സീറത്തഹു ദാത്തിയ എന്താണ് ഇല ഷരിക്കത്തിൽ എത്തിയ, അതായത് ജാസിമിന്റെ കമ്പനി തന്നെ അതിലേക്കൊരു സീറ ദാത്തിയ, ഒരു റെസ്യൂം അല്ലെങ്കിൽ കരിക്കുലം വിറ്റ, ബയോഡാറ്റ എന്നൊക്കെ പറയുന്നതിനാണ് സീറ ദാത്തിയ എന്ന് പറയുക കേട്ടോ. അത് അയക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ജാബിർ അത് തയ്യാറാക്കി അല്ലേ? ഫഹാദിഹി ഹിയ മദ മിൻവാൽ ഔ മദ മുദിയുൾ കേട്ടോ, മോഡൽ മെഅദൽ, അതിന്റെ ഒരു മോഡലാണ് നമ്മളിവിടെ കാണുന്നത്. ഫൗവലൻ ഫി സീറ ദാത്തിയ മദ അൽ ഇസ്മുൽ കാമിൽ ജാബിർ ബിൻ അബ്ദുള്ള, ഫുൾ നെയിം അല്ലേ? വഹുനാക താരീഖുൽ മീലാദ് DOB, ഡേറ്റ് ഓഫ് ബർത്ത്. വഹുനാക മക്കാനുൽ മീലാദ് ബാലക്കാട്. അൽ ജിൻസിയ മദ ജിൻസിയ സിറ്റിസൺഷിപ്പ് ഹിന്ദി. അൽ ഹാലത്തുൽ ഇജ്തിമാഇയ നമുക്ക് ഒറ്റ വാക്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് എന്നാണ്, പക്ഷേ ഇവിടെ എന്താ അർത്ഥം? മാരിറ്റൽ സ്റ്റാറ്റസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. ഐസബ് സിംഗിൾ, ഐസബ് എന്ന് പറഞ്ഞാൽ സിംഗിൾ. ഇവിടെ ഞാൻ കാണിക്കാം കണ്ടോ. താരീഖുൽ മീലാദ് ജിൻസിയ ഹിന്ദി, നാഷണാലിറ്റി എന്നൊക്കെ അർത്ഥം. ഹാലത്തുൽ ഇജ്തിമാഇയ ഐസബ്. അൽ ഉൻവാൻ ദാറുൽ അമാൻ ഷാരിഉൽ മക്തബുൽ. ഇപ്പൊ നമ്മൾ നമ്മുടെ സീറ ദാത്തിയ തയ്യാറാക്കുമ്പോൾ അറബിയിൽ ഈ രീതിയിലാണ് വേണ്ടത്. വഹുനാക റഖ്മുൽ ഹാത്തിഫ്, ഫോൺ നമ്പർ. അൽ ബരീദ് ഇലക്ട്രോണി, ഇമെയിൽ. വഹുനാക അൽ ഹദഫുൽ മെഹനി എന്ന് വെച്ചാൽ എന്താ? കരിയർ ഒബ്ജക്റ്റീവ്. ഹദഫുൽ മെഹനി ഏതാണ്ട് ഇവിടെ കൊടുത്തിട്ട് അവദ്വ നഹ്സുൽ അല ഫുർസത്തി അമലിൻ ഫി മജാലി തർജുമ. ഐ വുഡ് ലൈക്ക് ടു ബി ഒബ്റ്റെയിൻ എ ജോബ് ഓപ്പർച്യൂണിറ്റി ഇൻ ദി ഫീൽഡ് ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫി മജാലി തർജുമ വൽ മുവാസലാത്ത് എന്നുണ്ട്. പിന്നെ അൽ മുഅഖലാത്തുൽ ഇൽമിയ എന്താണ്? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്. അൽ ബക്കാലൂരിയോസ് ഫി ഉലൂം തിജാറ, ബാച്ചിലേഴ്സ് ഇൻ കൊമേഴ്സ്. ഡിപ്ലോം ഫി തർജുമത്തി ബൈന ലുഗ അൽ അറബിയ വൽ ഇൻജിലീസിയ, ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ബിറ്റ്വീൻ അറബിക് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കേട്ടോ. ഇത് തന്നെയാണ് അവിടെ കിടക്കുന്നത്, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് അവിടെ പറയുന്നത്. ഓക്കെ. ഹുനാക അൽ മഹാറാത്തുൽ ഹസുബിയ, കമ്പ്യൂട്ടർ സ്കിൽസ്. ഇവിടെ എന്ന് പറയേണ്ട ഡിപ്ലോമ ഫിൽ ലുഗൽ അറബിയ തിജാരിയ, കൊമേഴ്സ്യൽ അറബിക് ലാംഗ്വേജിൽ എന്താണ് അതും എടുത്തിട്ടുണ്ട് അവന്. പിന്നെ അൽ മഹാറാത്തുൽ കമ്പ്യൂട്ടർ സ്കിൽസ്. ഉബണ്ടു വ വിൻഡോസ് വ ബർമജത്തുൽ ഹാസു വ ഇദ്ഖാൽ ബയാനാത്ത്. ഉബണ്ടു, വിൻഡോസ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ബർമജത്തുൽ ഹാസു, പിന്നെ ഡാറ്റ എൻട്രി വ ഇദ്ഖാൽ ഇതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അവന് സ്കില്ലുള്ളത്. പിന്നെ അല്ലുഗാത്ത്, അല്ലുഗൽ അറബിയ മുംതാസ്. പിന്നെ അല്ലുഗൽ ഇൻജിലീസിയ ജയ്യിദ്, എന്താണ്? അറബിക് എക്സലന്റ്, ഇംഗ്ലീഷ് ഗുഡ് കേട്ടോ. അപ്പൊ മുംതാസ് എന്ന് വെച്ചാൽ എക്സലന്റ്, ജയ്യിദ് എന്ന് വെച്ചാൽ ഗുഡ്. അൽ മഹാറത്ത് ഷഖ്സിയ, പേഴ്സണൽ സ്കിൽസ്. അൽ അമനു ളിംന ഫരീഖിൻ എന്ന് പറഞ്ഞാൽ ടീം വർക്ക് കേട്ടോ. അൽ തവാസുൽ, കമ്മ്യൂണിക്കേഷൻ. അൽ ഖിയാദ, ലീഡർഷിപ്പ്, അതൊക്കെയുണ്ട്. ഓക്കെ. പിന്നെ അതിന് താഴെ ബഹുനാക്ക നഷാത്തുല്ലക്കും, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി നുറാജ സിറ ദാത്തിയ ലി ജാബിർ
ജാബിറിന്റെ ബയോഡാറ്റ നോക്കിയിട്ട് നിങ്ങളുടെ സ്വന്തം ബയോഡാറ്റ തയ്യാറാക്കാനാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതാണ് എങ്കിലും നിങ്ങൾ ഭാവിയിൽ ഒരു ടീച്ചറൊക്കെ ആവുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ സീറാദാത്തിയ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ പേരൂടെ കൊടുക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം ഏതാണെന്ന് വെച്ചാൽ മാറ്റി കൊടുക്കുക, നാഷണാലിറ്റി കൊടുക്കുക. ഇവിടെ സോഷ്യൽ സ്റ്റാറ്റസ് മുത്തസവ്വിജ്, മാരീഡ്, വേറൊരു വാക്കാണ്, ആഴ്സബിന്റെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ നമ്മൾ അഡ്രസ്സ് ബൈത്തുന്നൂർ ഷാരിഉൽ മദ്രസ അങ്ങനെ കൊടുത്ത്, ഫോൺ നമ്പർ കൊടുത്ത്, ബരീദിൽ ഇലക്ട്രോണിക് കൊടുത്ത്, പിന്നെന്താണ് അൽ ഹദഫുൽ മേനി എന്താണ് ഇവിടെ, അബദ്ദു അൻ അഹ്സുല അലാ ഫുർസത്തി അമലിൻ ഫി മജാലി തഅലീം വത്തദ്രീസ്, ടീച്ചർ ആവാൻ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐ വുഡ് ലൈക്ക് ടു ഒബ്റ്റെയിൻ എ ജോബ് ഓപ്പർച്യൂണിറ്റി ഇൻ ദി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചിങ് എന്ന് പറയാം. പിന്നെ അൽ മുഅഖലാത്തുൽ ഇൽമിയ അൽ ബക്കാലൂരിയോസ് ഫി തർബിയ, ബിഎഡ് വേണം അല്ലേ. അൽ മാജിസ്റ്റർ ഫിൽ ലുഗൽ അറബിയ, മാസ്റ്റർ ഇൻ അറബിക് ലാംഗ്വേജ്, അറബിക് ടീച്ചറാണ്. അൽ മഹാറാത്തുൽ ഹസൂബിയ, മൈക്രോസോഫ്റ്റ് ഓഫീസ്, MS ഓഫീസ്, ഇഅദാദ് ഔറാഖ് വർക്ക്ഷീറ്റ് പ്രിപ്പറേഷൻ വതസ്മീം അൽ മുഹ്തവ തഅലീമി ആൻഡ് എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അൽ ലുഗാത്ത് അൽ മലയാളമിയ മുംതാസ്, ഒരു മോഡലാണ്, നിങ്ങൾക്ക് ഇതിൽ ചേഞ്ചുകൾ വരുത്താം. ഓക്കെ. അൽ ലുഗൽ അറബിയ മുംതാസ്, അൽ ലുഗൽ ഇൻജിലീസിയ ജയ്യിദ്, അറബിക്ക് മലയാളം ഇംഗ്ലീഷ് ഇന്ത്യയൊക്കെ വേണം. മഹാറത്ത് ഷഖ്സിയ എന്താണ്, തദ്രീസ് ടീച്ചിങ്, ഇദാറത്തു സഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്, വൈദാറത്തുള്ള ടൈം മാനേജ്മെന്റ് ഒക്കെ. ഓക്കെ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ടൊരു എന്താണ് ബയാനാത്തു ഷഖ്സിയ തയ്യാറാക്കാനാണ് ഇവിടെ പറയുന്നത്. ثم هناك نشاط آخر يلقي جابر خطبة عن اللغة العربية. എന്താണ് ജാബിർ അറബി ഭാഷയെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തുകയാണ്. ബി മുനാസബത്തുൽ ഇഹ്തിഫാൽ ബിൽ യൗമിൽ ആലമി എന്നതിനെ കുറിച്ച് ലിൽ അറബിയ, ലോക അറബി ഭാഷ ദിനത്തോടനുബന്ധിച്ച് നുസാഇദുഹു അലാ ഇത്മാമിൽ ഖുത്ബ, ഖിത്മ പൂർത്തിയാക്കാൻ അവനെ നമ്മൾ സഹായിക്കണം. അപ്പോൾ അതിന്റെ തുടക്കവും അവസാനവുമാണ് ഇവിടെ ഇല്ലാത്തത്. എങ്ങനെ നമ്മളൊരു ഖുത്ബ തുടങ്ങുന്നത്? كيف نبدأ خطبة العربية؟ هيا نشاهد. നമുക്ക് നോക്കൂ. أيها المعلمون الأفاضل والطلاب الأعزاء, honorable teachers and dear students, السلام عليكم ورحمة الله എന്നും പറയാം അല്ലേ. പിന്നെ ഉസ്ഇദ്തും സബാഹൻ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നേ കേട്ടോ. പിന്നെയോ നഹ്നു നജ്തമി هنا اليوم للاحتفال باليوم العالمي للغة العربية. We gathered here to celebrate World Arabic Language Day. അതിന്റെ തുടക്കമായിട്ട് കൊടുക്കാം നമ്മള്. പിന്നെ അയ്യുഹൽ മുഅല്ലിമൂൻ അൽ അഫാദിൽ അല്ലെങ്കിൽ അയ്യുഹ തുല്ലാബ് അൽ അഇസ്സ അസ്സലാമു അലൈക്കും എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. അയ്യുഹ തുല്ലാബ് അൽ അഇസ്സ സബാഹുൽ ഖൈർ എന്നും പറയാം കേട്ടോ. പിന്നെ അതിന്റെ അവസാനം എന്താണ്, ഇതിന്റെ ഇടയിലുള്ള എന്താണ്, അൽ യൗമ നുഖദ്ദിമു ലക്കും ലംഹ മുജസ അനിൽ ലുഗൽ അറബിയ്യ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അറബി ഭാഷയെക്കുറിച്ച് ചെറിയ ഒരു വിവരണം നൽകാം. വഅഹമ്മിയത്തി ദിറാസത്തിഹ ഫി ഹയാത്തിന അൽ മുഅസ്സിറ, നമ്മുടെ കണ്ടംപററി ലൈഫിൽ അതിന്റെ പ്രാധാന്യം, പഠിക്കുന്നതിന്റെ പ്രാധാന്യം. അൽ ലുഗൽ അറബിയ്യ ലൈസത് മുജറദ വസീലത്തിൻ ലിത്തഖാതുബ്, അറബി ഭാഷ ലൈസത് മുജറദ് വസീല, ഒരു വേ മാത്രമല്ല, ലിത്തഖാതുബ് ഖുതുബ നടത്താൻ ഉള്ളതല്ല. ബൽ ഹിയ വിആഉൻ ഹളാറത്തിനെ അരീക്ക, വിആഉ അതൊരു കണ്ണാടി അല്ലെങ്കിൽ പാത്രം എന്നാണ്. എന്തിന്റെ? അതിൽ നോക്കിയാൽ കാണാന്നാണ്. എന്ത്? ലി ഹളാറത്തിന് അരീക്ക, ഒരു എന്താണ് മഹത്തരമായ സംസ്കാരം. വ സഖാഫ, കൾച്ചർ. വാസിയ, വൈഡായ ഒരു കൾച്ചർ. സാഹമത്ത്, അത് സംഭാവന ചെയ്തു, കോൺട്രിബ്യൂട്ട് ചെയ്തു. ഫി ഇസ്റാഇൽ മഅരിഫത്തിൽ ഇൻസാനിയ അബറൽ ഖുനൂൻ, മനുഷ്യന്റെ എന്താണ് അറിവിനെ ഇസ്റാ പോഷിപ്പിക്കുന്നതിൽ, അബറൽ ഖുറൂൻ കാലഘട്ടങ്ങളിലൂടെ നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ അറിവിനെ പോഷിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച എന്താണ് വൈഡായ ഒരു കൾച്ചറിന്റെയും മഹത്തായ ഒരു സംസ്കാരത്തിന്റെയും കണ്ണാടിയാണ് അത് അറബി ഭാഷ എന്നാണ്. തംതാസുൽ അറബി, അറബി വെറൈറ്റിയാണ്. ജമാലി തർക്കീബിഹ, അതിന്റെ ഘടനാഭംഗി. ദിഖത്ത് തഅബീരിഹ, അതിന്റെ എന്താണ് ദിഖത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത, തഅബീർ അതിന്റെ പ്രകടിപ്പിക്കുക കേട്ടോ, അത് കൈകാര്യം ചെയ്യുക. കസ്റത്ത് തറാദുഫിഹ, അതിലൊരുപാട് എന്തുണ്ട്, തറാദുഫ്
തറാദുഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അധികം പദങ്ങൾ, അതായത് ഒരേ പദങ്ങളുള്ള ആ പദങ്ങൾ ഒരുപാട് അധികരിച്ചു വരുന്നു. മിമ്മ യഫ്തഹ്, അത് തുറക്കും, അമാമദ് ദാരിസ്, വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ, ആഫാഖൻ റഹ്ബ, വിശാലമായ ഖുറൈസൺ, ചക്രവാളങ്ങൾ, ലിൽ ആദാബ്, കലയുടെയും, വൽ ഫിക്ർ, ചിന്തയുടെയും, വൽ ഫുനൂൻ, എന്താണ്, സാഹിത്യത്തിന്റെയും, ഫുനൂൻ എന്ന് പറഞ്ഞാൽ കല, ആദാബ് സാഹിത്യം കേട്ടോ, അതിന്റെ വലിയ വാതായനങ്ങൾ തുറക്കുമെന്നാണ്. അപ്പൊ അത്രയും പറഞ്ഞതിന് ശേഷം അവസാനിപ്പിക്കാം. ഫൽനഹ്രിസ് ജമീഅൻ അലാ തഅല്ലുമി ഹാദിഹിൽ ലുഗൽ ജമീല, അതുകൊണ്ട് നമുക്ക് ഈ ഭാഷ പഠിക്കാം. വൽ ഇസ്തിഫാദത്ത് മിൻ കുനൂസിഹ, അതിന്റെ ട്രഷർ നമുക്ക് നേടിയെടുക്കാം. ശുക്രൻ ലക്കും അലാ ഹുസ്നി ഇസ്തിമാഇക്കും, ഇത് മാത്രം പറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങൾ കേട്ടതിൽ നിങ്ങൾക്ക് നന്ദി, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് പീസ് ബി അപ്പോൺ യു എന്ന് പറയുന്നു. ഓക്കെ, ഇതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള പ്രസംഗം പരീക്ഷയ്ക്ക് സാധ്യതയുണ്ട്, പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് നുഇദ് ഹൽഖ അൻ അഹമ്മിയത്തി ദിറാസത്തി ലുഗ അൽ അജ്നബിയ്യ വ ഇംകാനിയതിഹ ലിഇദാതിഹ അബറ റേഡിയോ അൽ മദ്രസ. സ്കൂൾ റേഡിയോയിൽ എന്താണ്, ഫോറിൻ ലാംഗ്വേജുകൾ പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യാനാണ് പറയുന്നത്. അൽ മുസ്തമിഊൻ അൽ കിറാം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മർഹബൻ ബിക്കും ഫി ഹൽഖത്തിൻ ജദീദ ലിമറാബിജിന ലുഗത്തുന അഹ്വിയതുന, ലാംഗ്വേജ് ഈസ് അവർ ഐഡന്റിറ്റി എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കി നമുക്ക് എന്ത് കൊടുക്കാം, നോക്കാം. നോക്കൂ, اليوم نتحدث عن أهمية تعلم اللغات الأجنبية. Today we talk about the importance of learning foreign languages. إن اتقان اللغة أخرى تفتح أمامنا أبواب كثيرة في مجالات العمل والتعليم. Mastering another language opens many doors for us in the field of work and education. അറിവിന്റെയും വർക്കിന്റെയും ഒരുപാട് മേഖലകൾ നമുക്ക് തുറക്കും. കമാ യുസായിദുന അല തവാസുൽ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കും, സമൂഹങ്ങളുമായിട്ട്, അൽ മുഖ്തലിഫ, ഡിഫറൻറ്റ്, വഫഹ്മി സഖാഫത്തിഹിം, അല്ലേ, അണ്ടർസ്റ്റാൻഡ് ദെയർ കൾച്ചേഴ്സ് മനസ്സിലാക്കാൻ പറ്റും. ലിദാലിക്, therefore നുഷജ്ജിഉകും, വി എൻകറേജ് അലാ ഇക്തിസാബി ഹാദിഹിൽ മഹാറ, ഈ മഹാറ നിങ്ങൾ നേടിയെടുക്കണം. അൽ മുഹിമ്മ, പ്രധാനപ്പെട്ട, ലി ബിനാഇ മുസ്തഖ്ബൽ, എന്തിനു വേണ്ടിയാ, ഒരു ഭാവി പണിയാൻ, ടു ബിൽഡ് എ ഫ്യൂച്ചർ മുഷ്രിഖ്, ബ്രൈറ്റ് ഫ്യൂച്ചർ. ശുക്രൻ ലക്കും വ ഇലൽ ലിഖാ, താങ്ക് യു ആൻഡ് സി യു ലേറ്റർ എന്ന് പറഞ്ഞ് എന്താണ്, റേഡിയോയുടെ ഒരു വർത്തമാനം നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, നമുക്ക് നുനാഖിഷ് മുനാസബത്ത് ഉൻവാൻ നെക്സ്റ്റ് വനക്തുബ് തബ്രീറാത്ത്. നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ് എന്താ, അൽ ലുഗാഹിയ ജവാസ് സഫരിക്, നിങ്ങളുടെ ഭാഷയാണ് നിന്റെ പാസ്പോർട്ട്, അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എഴുതാനാണ്. ആ ഹെഡിങ് ഇതിന് ആപ്റ്റ് ആണോ? ആണല്ലേ? തീർച്ചയായും ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ കുറിച്ച്? അൽ ഉൻവാൻ മുനാസിബുൻ ജിദ്ദ, ദ ടൈറ്റിൽ ഈസ് വെരി അപ്രോപ്രിയേറ്റ്. ലിഅന്ന അൽ ഖിസ്സ തുഅക്കിദ് അൻ ഇത്ഖാൻ അൽ ലുഗ, കാരണം ഭാഷ എന്താണ്, ബട്ട് ദ സ്റ്റോറീസ് എംഫസൈസ് ദാറ്റ് ദ മാസ്റ്ററിംഗ് ലാംഗ്വേജസ് ഗിവ് എ പേഴ്സൺ യംനഹുൽ ഇൻസാൻ, ഗിവ് എ പേഴ്സൺ ഫുർസൻ ലിസ്സഫർ, യാത്ര ചെയ്യാൻ, വൽ അമൽ, ജോലി ചെയ്യാൻ, ഫി ദുവലിൻ മുഖ്തലിഫ, വ്യത്യസ്ത രാജ്യങ്ങളിൽ ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും സഹായിക്കും. വയഫ്തഹു ലഹു അഫാഖൻ ജദീദ, അവന് വലിയ വാതിലുകൾ തുറക്കും. തമാമൻ കമാ യഫ്അലു ജവാസ് സഫർ, ഏതുപോലെ പോലെ, പാസ്പോർട്ട് ചെയ്യുന്ന പോലെ. ആൻഡ് ഓപ്പൺസ് ന്യൂ ഹൊറൈസൺ ഫോർ ഹിം ജസ്റ്റ് ആസ് പാസ്പോർട്ട് ഡസ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ثم هنا ماذا نلاحظ ونعبر وهناك بعض الجمل, അത് നമ്മൾ ശ്രദ്ധിക്കണം. അൽ ഹിന്ദു ദൗലത്തുൻ കബീറ, ഇന്ത്യ ഒരു വലിയ രാഷ്ട്രമാണ്. അൽ ഹിന്ദ്, അല്ലേ? അപ്പുറത്ത് നോക്കൂ, യഈഷുൽ ഹുനൂദ്, ഇന്ത്യക്കാർ താമസിക്കുന്നു, ഇന്ത്യൻസ് ലീവ്, മഅൽ മഅവദ്ദ, സ്നേഹത്തോടെ, വത്തദാമുൻ, ഒത്തൊരുമയോടെ. അപ്പൊ ഇവിടെ അൽ ഹിന്ദ് മതാ ഇസ്മുൻ, ഹിന്ദ് എന്നുള്ളത് ഒരു ഇസ്മാണ്, അല്ലേ? വഹാദിഹിൽ ജുമൽ വഹാദിഹിൽ ജുംലത്തു ബദഅത് ബിൽ ഇസ്മു, ഈ ജുംല ഒരു ഇസ്മു കൊണ്ടാ തുടങ്ങിയത്. എന്നാൽ യഈഷു എന്ന പദം എന്താണ്? അത് വെർബുൻ, വെർബ് എന്താ?
ഒരു ഫിയലാണത്, ഒരു പ്രവർത്തനമാണ്. അപ്പൊ ഇത് ഫിയൽ കൊണ്ടും ഇത് ഇസ്മു കൊണ്ടും. അതുകൊണ്ട് ഫഹാദിഹിൽ ജുംല ഹിയ ജുംലത്തുൻ ഇസ്മിയ വഹാദിഹിൽ ജുംല ഹിയ ജുംലത്തുൻ ഫിഅലിയ. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇസ്മു കൊണ്ട് തുടങ്ങുന്നത് ജുംല ഇസ്മിയ, ഫിഅൽ കൊണ്ട് തുടങ്ങുന്നത് ജുംല ഫിഅലിയ. അതുപോലെ തന്നെ അടുത്ത് നോക്കുക, സിയാഹ ടൂറിസം ബാബുൻ വാസിഅ വലിയ മേഖലയാണ്, ലിത്തആറുഫ് ബൈനന്നാസ് ജനങ്ങൾ അറിയാൻ. അപ്പൊ സിയാഹ എന്ന പദം ഒരു നൗണാണ്. അതുപോലെ ഖറഅ ത്വാലിബൽ ജരീദത്തുൽ യൗമിയ വിദ്യാർത്ഥി ദിനപത്രം വായിച്ചു എന്നാണ്. ഖറഅ ഫഹാദ വെർബ് അല്ലേ, ഇഫ്ഇലാണ്, ഒരു ഫിഅലാണ് വായിച്ചു എന്നുള്ളത്. അൽ ലുഗത്തു ഹുവിയത്തു ഷഅബ് ഭാഷ ഒരു സമൂഹത്തിന്റെ ഐഡന്റിറ്റിയാണ് അല്ലേ. അപ്പൊ ഇവിടെ ഫഹാദ ലുഗ ഇസ്മുൻ ജുംല ഇസ്മിയ. തുദർറിസു അല്ല തുദർറസു ലുഗൽ അറബിയ ഫി മദാരിസ് കേരള. കേരളത്തിൽ എന്താണ്, കേരളത്തിലെ സ്കൂളുകളിൽ അറബി ഭാഷ പഠിപ്പിക്കപ്പെടുന്നു. തുദർറസ് ഫഹാദ ഇസ് ഫിഅലാണ്. അതുകൊണ്ട് ഫഹാദിഹിൽ ജുംല ഹിയ ജുംല ഫിഅലിയ. അപ്പൊ സുന്നിഫത് ഹാ ജുംല ഫിൽ ജദ് അലാ ഖിസ്മൈൻ അലാ അയ്യ അസ്സാസിൻ തമ ഹാദ തസ്നീഫ്. അതാണ് അൽ ജുംല അൽ ഇസ്മിയ വൽ ഫിഅലിയ. ഈ ജുംലകൾ ജുംല ഇസ്മിയ ഫിഅലിയ എന്ന ഗമത്തിലാണ്. അൽ ജുമൽ അൽ ഇസ്മിയ വൽ ഫിഅൽ രണ്ട് കോളത്തിലായിട്ടാണ് ഇത് നമ്മൾ എഴുതേണ്ടത്. അൽ ഉമൂദുൽ അവ്വൽ ഹുവ അൽ ജുംല അൽ ഇസ്മിയ വൽ ഉമൂദ് സാനി രണ്ടാമത്തെ കോളം അൽ ജുമൽ അൽ ഫിഅലിയ. ഇവിടെ നോക്കൂ, കുറച്ച് ഒരു പാരഗ്രാഫ് ഉണ്ട്. ഇതിലെ ജുംല ഇസ്മിയയും ഫിഅലിയയും വേർതിരിച്ച് എഴുതണം. എങ്ങനെ എഴുതാം? അൽ മദ്രസത്തു സ്കൂൾ, മദ്രസ് മർക്കസുൻ മുഹിമുൻ ഇമ്പോർട്ടൻറ്റ് സെന്റർ ആണ്, ലിത്തഅല്ലും പഠിക്കാൻ, വ ബിനാഉൽ മുസ്തഖ്ബൽ ഭാവി വെട്ടിപ്പടിക്കാൻ. അപ്പോൾ ഇതെന്താണ്? അൽ മദ്രസത്തു മർക്കസുൻ മുഹിമുൻ ലിത്തഅല്ലുമി വ ബിനാഉൽ മുസ്തഖ്ബൽ എന്നുള്ളത് മുഴുവനായും ഒരു അൽ ജുംല ഇസ്മിയ. അപ്പൊ രണ്ട് കോളത്തിലാക്കിയിട്ട് ഇത് ഫസ്റ്റ് സെന്റൻസ് ഇത് എഴുതണം അല്ലേ. അസ്സഫു ക്ലാസ്, ബിഅത്തുൻ മുനള്ളിമ ഒരു ക്ലാസ് എന്നുള്ളത് ഒരു സിസ്റ്റമാറ്റിക് എൻവിറോൺമെന്റ് ആണ്. തുസായിദു അൽ ഫഹ്മു മനസ്സിലാക്കാൻ, വൽ ഇദ്റാഖ് തിരിച്ചറിയാൻ അല്ലെ. അൽ മുഅല്ലിം അധ്യാപകൻ. അതെല്ലാ സെന്റൻസും അസ്സഫ് എന്നുള്ള ഇസ്മാണ്, ഒക്കെ ഇസ്മും കൊണ്ടാണ് തുടങ്ങുന്നത്. അൽ മുഅല്ലിമു ഖുദ്വത്തുൻ ഹസന അധ്യാപകൻ ഒരു നല്ല മാതൃകയാണ്. ലി തുല്ലാഫ് വിദ്യാർത്ഥികൾക്ക്, ഫി സുലൂക്ക് സ്വഭാവം, വൽ ഇൽമ അറിവിലും. അപ്പൊ ഇത് ആദ്യത്തെ മൂന്ന് സെന്റൻസും ജുംല ഇസ്മിയുടെ കോളത്തിൽ നമ്മൾ എഴുതണം. പിന്നെയോ യദ്ഹബു തുല്ലാബ് ഇലൽ മദ്രസ വിദ്യാർത്ഥികൾ പോകുന്ന സ്കൂളിലേക്ക്, ഫി സബാഹിൽ ബാക്കിർ അപ്പോ രാവിലെ നേരത്തെ, ബിനഷാത്തിൻ ആക്റ്റീവായി, വ ഹൈവിയ ഊർജ്ജസ്വലമായി അല്ലെ. ഹൈവിയ നല്ല എന്താണ്, ആക്റ്റീവായിട്ട് പോവും അല്ലെ. യബ്ദഉ ദർസ് പാഠം തുടങ്ങും, ഫിൽ മൗഇദ് കൃത്യസമയത്ത്. അപ്പൊ യബ്ദഉ അദ്ദർസ് ഫിൽ മൗഇദ് എന്നുള്ളത് ജുംല ഫിഅലിയാണ്. വയശ്റഹ് അൽ മുഅല്ലിം അധ്യാപകൻ വിശദീകരിക്കുന്ന അൽ മൗദൂ വിഷയം, ബി ഉസ്ലൂബിൻ വാലിഹ് വ്യക്തമായ രീതിയിൽ. യക്തുബു തുല്ലാബ് കുട്ടികൾ എഴുതും, മുലാഹളാത്തിഹിം നോട്ട്സ്, ബി ഇഹ്തിമാം. യക്തുബു തുല്ലാബ് എന്ന വാചകം എഴുതുന്നു അല്ലെ, സെന്റൻസ് തുടങ്ങുന്നത് അല്ലേ. അപ്പൊ അത് ജുംല ഫിഅലിയാണ്. വയതആവനൂന ഫീ മഅ സുമലായിഹിം അസ്നാഅത്തവൻ പഠനത്തിനിടയ്ക്ക് കൂട്ടുകാരോടൊപ്പം അവർ പരസ്പരം ഒത്തൊരുമിച്ച് സഹകരിക്കും. അന്നലാഫ ഉൻവാനുൽ മദ്രസ അന്നലാഫ ഹൈജീൻ വൃത്തി ഒരു സ്കൂളിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. വയസ് അൽ ജമീഉ അലൽ മുഹാഫദത്തി അലൈഹ എല്ലാവരും അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കും അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ജുംല ഇസ്മിയ ഫിഅലിയായി തിരിച്ചു കഴിഞ്ഞാൽ അല്ലേ അങ്ങനെ വരും. അൽ മദ്രസത്തു മർകസുൻ മുഹിമ്മുൻ ലിത്തഅം, അസ്സഫു ബിഅത്തുൻ മുനള്ളം, അൽ മുഅല്ലിം ഖുദ്വത്തുൻ ഹസന, അന്നളാഫത്തു ഉൻവാനുൽ മദ്രസ. ഇത്രയും ആണ്. അതിൽ കൂടുതലുണ്ടോ? ഇല്ല, അത്രേ ഉള്ളൂ. അത്രയാണ് ജുംല ഇസ്മിയ. ബാക്കിയുള്ളതോ യദ്ഹബു, യബ്ദഉ, യശ്റഹു, യക്തുബു, യതആവനൂൻ, യസ്അ എല്ലാം ഫിഅൽ കൊണ്ട് തുടങ്ങിയതാണ്. അപ്പൊ ഈ സെന്റൻസുകളെല്ലാം അൽ ജുമൽ അൽ ഫിഅലിയ. പരീക്ഷയ്ക്കുണ്ടാകും ഒരു പാരഗ്രാഫ് എന്ന ജുംല ഇസ്മിയ ഫിഅലിയ തിരിക്കുന്നതിന് വേണ്ടി. ഓക്കെ. പിന്നെ നുലാഹിദുൽ മുസ്തദിമന് യുകവ്വി മിൻഹു സലാസ ജുമൽ. ഇതെന്ന് ജുംല ഇസ്മിയ ഫിഅലിയായ കുറച്ച് സെന്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. കേരളം തഖഉ സ്ഥിതി ചെയ്യുന്നു, വിലായത്ത്
എന്താ? വിലായത്ത് എന്താണ്? സംസ്ഥാനം. ഫി എന്ന് പറഞ്ഞാൽ ഇൽ, ജനൂബ് വടക്ക്, അല്ലേ? തെക്ക്, അല്ലേ? വടക്കല്ല, തെക്ക്. യസ്കുനു താമസിക്കുന്നു, അഹ്ലു ആളുകൾ, മഅ തലാമുൻ, അല്ലേ? ഒത്തൊരുമയോടെ, ജമീല ഭംഗിയുള്ള, അൽ ഹിന്ദ് ഇന്ത്യ, ബലത് നാട്, സിറാഇയ അഗ്രികൾച്ചർ, അല്ലേ? യുഹിബു ഇഷ്ടപ്പെടുന്നു, സുഅമാ കേരളം, സുഅമാ നേതാക്കൾ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ജുംല ഇസ്മിയ എന്ന് പറയാം. കേരള തഖഉ, അല്ല, വിലായത്തു കേരള എന്ന് പറയാം. വിലായത്തു കേരള തഖഉ ഫി ജനൂബിൽ ഹിന്ദ്. ഒരു സെന്റൻസ് ആയി. എങ്ങനെയാണ്? വിലായത്തു കേരള തഖഉ ഫി ജനൂബിൽ ഹിന്ദ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണുള്ളത്, അല്ലെ? യസ്കുനു അഹ്ലു കേരള, കേരളത്തിലെ ആളുകൾ താമസിക്കുന്നു, മഅ തലാമിൻ ഒത്തൊരുമയോടെ. യസ്കുനു അഹ്ലു കേരള, ഇത് ജുംല ഫീലിയാണ് കേട്ടോ. പിന്നെ വേറെ നമുക്ക് എന്നാ? കേരള വിലായത്തുൻ ജമീല. ഞാൻ പറഞ്ഞു യസ്കുനു അഹ്ലു കേരള മഅ തലാം. പിന്നെ ഒരു ജുംല ഇസ്മി എന്താ? കേരള വിലായത്തുൻ സിറാഇയ, കേരളം ഒരു അഗ്രികൾച്ചർ സ്റ്റേറ്റ് ആണ്. യുഹിബ് സുഅമാ അൽ ഹിന്ദ് കേരള, ദ ലീഡേഴ്സ് ഓഫ് ഇന്ത്യ ലവ്സ് കേരള. ഇങ്ങനെയൊക്കെ നമുക്ക് സെന്റൻസുകൾ ഇസ്മിയ ഫേലിയായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ അടുത്ത് നോക്കൂ. നുലാഹിദുൽ കലിമാത്ത് വനുറത്തിബ്ഹ കമാ ഫിൽ മിസാൽ. ഈ സെന്റൻസുകൾ ഓർഡറിലാക്കിയിട്ട് ജുംല ഫേലിയോ ഇസ്മിയോ ആക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത്? അൽ മാരിഫ അത്തുല്ലാബ് യക്തസിബു. മാരിഫ അറിവ്, അത്തുല്ലാബ് വിദ്യാർത്ഥികൾ, യക്തസിബു നേടുന്നു. അതെങ്ങനെയാക്കി? ആദ്യം ഫെയിൽ വെച്ചു തുടങ്ങി. അത്തുല്ലാബ്, അല്ല, യക്തസിബ് തുല്ലാബ് അൽ മാരിഫ, വിദ്യാർത്ഥികൾ അറിവ് നേടുന്നു. അത് ഇസ്മ വെച്ച് തുടങ്ങി. ആ തുല്ലാബ്, അപ്പൊ യക്തസിബു എന്തായി? ഫെയിൽ ആയത്. തുല്ലാബ് എന്നുള്ളത് കുറെ ആളുകളായതുകൊണ്ട് യക്തസിബു അതിന്റെ യക്തസിബൂന എന്ന് പറയണം. അതായത് വാവും നൂനും ചേർത്ത് പറയണം, ജം ആയതുകൊണ്ട്. അൽ മാരിഫ്. അതുപോലെ അൽ ഇല ലേക്ക്, അൽ മദ്രസ സ്കൂൾ, അദ്ദാരിസൂൻ വിദ്യാർത്ഥികൾ, യജിഉ പോകുന്നു. അപ്പോ എങ്ങനെ പറയണം? യജിഉ അദ്ദാരിസൂൻ ഇലൽ മദ്രസ. ഓക്കെ. അപ്പൊ അതേ സമയം എന്താണ് പുറത്താവുമ്പോഴോ എങ്ങനെ വരും? അദ്ദാരിസൂന യജിഊന ഇലൽ മദ്രസ. അദ്ദാരിസൂന യജിഉ എന്താവും? യജിഊന ഇലൽ മദ്രസ. അതേപോലെ തന്നെ അൽ കിതാബ് അദ്ദാരിസൂൻ യഖറഊൻ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ യഖറഊ എന്നാ വരിക. യഖറഊന എന്ന് ആദ്യം വേണ്ട. യഖറഊ അദ്ദാരിസൂൻ അൽ കിതാബ എന്ന് ഇവിടെ വരണം. പിന്നെ അടുത്തതിലോ അദ്ദാരിസൂന യഖറഊന അൽ കിതാബ് എന്ന് വരണം. അടുത്തത് മുസ്തഖ്ബൽ എന്ന് പറഞ്ഞാൽ ഭാവി, അൽ വത്തൻ നാട്, യുഷക്കിൽ ഉണ്ടാക്കുന്നു, തുല്ലാ വിദ്യാർത്ഥി. അപ്പോൾ യുഷക്കിലു അത്തുല്ലാബു മുസ്തഖ്ബൽ അൽ വത്തൻ. ഏത്? ജുംല ഫേലിയ. ഇവിടെ ആകുമ്പോഴോ അത്തുല്ലാബു യുഷക്കിലു എന്താകും? യുഷക്കിലൂന മുസ്തഖ്ബൽ അൽ വത്തൻ എന്നാകും കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ തിരുത്തണം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് ഇവിടെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അനഖാദിം മിൻ ലണ്ടൻ. എന്താണ്? ഐ ആം ഫ്രം ലണ്ടൻ എന്നർത്ഥം. ഐ ആം കമ്മിങ് ഫ്രം ലണ്ടൻ. ഉരീദൻ ഉവാസില ദിറാസത്ത്. ഐ വാണ്ട് ടു കണ്ടിന്യൂ മൈ സ്റ്റഡി. അന തൊബീബും ഫി മുസ്തഷ്ഫൽ ഹിലാൽ. ഐ എം എ ഡോക്ടർ ഇൻ ഹിലാൽ ഹോസ്പിറ്റൽ. അന മുർത്തബിക്കുൻ ഫി ഇഖ്തിയാരി മൗദുഇ ദിറാസ. അതിനർത്ഥം ഞാൻ അന മുർത്തബിക്കുൻ, ഐ ആം കൺഫ്യൂസ്ഡ് എന്നർത്ഥം, അബൌട്ട് ചൂസിങ് എ സബ്ജക്റ്റ്. ഇനി അറബിയിലേക്ക് മാറ്റാനുള്ളതോ? ദിസ് ഈസ് മൈ സ്കൂൾ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഹാദിഹി മദ്രസത്തി ഹിയ ജമീലത്തുൻ. കേട്ടോ, ഹാദിഹി മദ്രസത്തി ഹിയ ജമീലത്തുൻ. ദിസ് ഈസ് സലിം, ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഹാദാ സാലിം ഹുവ യക്തുബു റിസാല. ദാറ്റ് ഈസ് സോഫിയ, ഷീ ഈസ് റീഡിംഗ് എ ന്യൂസ് പേപ്പർ. തിൽക സോഫിയ ഹിയ തഖറഉ സഹീഫത്തൻ. There are students, they are going to school. Hum haulai tullabun hum yadhhabuna ila al madrasa. This is my friend,
ബാബു ഈസ് 11th സ്റ്റാൻഡേർഡ്. ഹാദാ സ്വദീഖി ബാബു ഹുവ ഫിസ്സഫി അൽ ഹാദി അഷർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആക്ടിവിറ്റീസും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ മക്കൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.